ഇനി ഒരു ദിവസം കൂടി ബാക്കി. മരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകില്ലേ നീ എന്ന് റാമിനോട് ചോദിച്ച് തലചായ്ച്ച് ആ ബെഞ്ചിലിരുന്ന് തന്നെ നേരം വിളിപ്പിച്ച് എണീക്കുവാണ് ദേവി. മറ്റൊരു സൂര്യോദയം കണ്ടെണീക്കുമ്പോൾ ആ അവസാന ദിനം ഇന്ന് എത്തിയിരിക്കുവാണ്. പറ്റാവുന്നത്രയും ഇന്ന് കൊണ്ട് തീർക്കണമെന്ന് പറഞ്ഞ് അവൾ എഴുതിയിട്ടുള്ള ഒരു വിഷ് ലിസ്റ്റ് കാണിക്കുന്നു. മുമ്പ് ഇങ്ങോട്ടേക്കുള്ള ബസ് യാത്രയിൽ അതിലിരുന്നൊരു നോട്ടീസ് എടുത്ത് കുറിച്ചതാണ്. എല്ലാവരെയും കണ്ട് യാത്ര പറയുക, എന്തെങ്കിലും നല്ലത് ചെയ്യുക, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ ഒരാഴ്ച വെറുതെ കളഞ്ഞു. ഇനി ആകെയുള്ള ഈ മണിക്കൂറുകൾ എങ്കിലും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കട്ടെ എന്ന് നിൽക്കുന്നത് കണ്ട് റാമും എങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന പോലെ തലയാട്ടി അവർ അങ്ങനെ ഡ്രസ് കളക്ഷനിൽ ചെല്ലുമ്പോൾ അത് അച്ഛന് വേണ്ടിയിട്ട് നല്ലൊരു ഡ്രസ്സ് എടുക്കാനാണ്. സെയിൽസ്മാൻ അച്ഛൻ ഈ പ്രായത്തിൽ കുറെ കല്യാണത്തിനും മരിപ്പിനും ഒക്കെ പോകേണ്ടി വരുമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്ന കോട്ട് കണ്ട് എങ്കിൽ അത് തന്നെ ആകട്ടെ എന്ന് പറയുവാണ്. അവളെ നോക്കി നിൽക്കുന്ന റാമു. അവൻ കാണുന്ന മറ്റൊരു കാര്യം ദേവിയുടെ ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന നീനയും. അത്യാവശ്യമായൊന്ന് കാണണം എന്നൊക്കെ പറയുന്നതിലും അവൾ അത് ഇഗ്നോർ ചെയ്യുവാണ്. അങ്ങനെ അനിയത്തിക്ക് സ്ക്യൂബ ഡൈവിങ്ങിനുള്ള ഫിറ്റിംഗ് ഒക്കെ മേടിച്ച് വീട്ടുപടിക്ക് മുന്നിൽ നിൽക്കുമ്പോഴും അവൾക്ക് ഭയമുണ്ട്. കരയിലെ എന്ന് സ്വയം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ലാസ്റ്റ് മീറ്റല്ലേ, വിഷമിക്കേണ്ട, നിന്നെ കൊണ്ട് പറ്റും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് റാം പറഞ്ഞു വിട്ടിട്ട് അകത്തേക്ക് കയറി അച്ഛനെ വിളിക്കുമ്പോൾ അവളുടെ വരവും കാത്തിരിക്കുകയായിരുന്ന അച്ഛനും അനിയത്തിയും വിളി കേട്ടുടനെ ചാടി എണീറ്റ് മുമ്പിലേക്ക് വരുന്ന ദേവിക്ക് മുന്നിലേക്ക് നീട്ടുന്നത് ഒരു മാക് ബുക്ക്. നിന്നെപ്പോലുള്ള ഡിസൈനർ സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യാറെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. പേടിക്കേണ്ട, എൻ്റെ ഡെപ്പോസിറ്റ് ചെയ്തെടുത്ത് മേടിച്ചതാണ്. മാത്രമല്ല അനീതിയുടെ ട്രിപ്പിന്റെ ഫണ്ടും ചേർത്താണ് മേടിച്ചതെന്ന് പറഞ്ഞ് നമുക്കൊരു അൺബോക്സിംഗ് ചെയ്താലോ നേരെ ഒരു ബ്ലേഡ് എടുക്കുന്നു. ദൈവം പെട്ടെന്ന് വേണ്ട പൊട്ടിക്കില്ലേ എന്ന് പറയുന്നതും തന്ത പൊട്ടിച്ചു കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പാവം ദേവി റീഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞത്. നാളെ കഴിഞ്ഞ് അതിന് പിന്നെ ആവശ്യം വരില്ലല്ലോ. അങ്ങനെ അച്ഛന് മേടിച്ച പുതിയ ഡ്രസ്സും ഇട്ടുകണ്ട് ഇപ്പോൾ അങ്ങയുടെ പുതിയ പഠിത്തം സാക്സോഫോൺ 2 മക്കളുടെയും കല്യാണത്തിന് വായിക്കാൻ വേണ്ടി. അതും വായിച്ചു കണ്ട് അനിയത്തേക്ക് ഡൈവിംഗ് സെറ്റും കൊടുത്ത് സന്തോഷത്തോടെയും ഉള്ളിൽ വേദനയോടെയും ഇറങ്ങി വന്ന് ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ഇരിക്കുവാണ്. അച്ഛനു വേണ്ടി ഇനിയും എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്നും പറഞ്ഞ് അവിടെ ഇരിക്കവേ ഒരു സ്ത്രീ ട്രോളി ബാഗുമൊക്കെയായി ഉടനെ എത്തും, ചെക്കിൻ ആവാറാവുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ഫോണിൽ സംസാരിച്ച് ധൃതിയിൽ ബസ്സിൽ കയറി പോകുന്നു. അതിന് പിന്നാലെ നോക്കുമ്പോൾ കാണാം താഴെ കിടക്കുന്ന ഒരു പാസ്പോർട്ടും അവരുടെ കയ്യിൽ നിന്ന് പോയതാണ്. പെട്ടെന്ന് ഇരുവരും ആ പേപ്പറിലേക്ക് നോക്കുവാണ്. എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നുള്ള ഒരു വിഷ്. പിന്നെ ഒന്നും നോക്കാതെ ആ പാസ്പോർട്ടുമായി എയർപോർട്ടിലേക്ക്. അവിടുത്തെ ചുറ്റും നിൽക്കുന്ന പാടെ സുഹൃത്തുക്കളുടെ ഇടയിലിരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീയെ കണ്ട് ദേവി പാസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും കിട്ടിയാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവരുടെ ആ സന്തോഷവും ആഹ്ലാദവും. ദേവിയോട് 1000 നന്ദി പറഞ്ഞു പോകുമ്പോൾ ഒരു മനസ്സുഖം. എന്തായാലും ആവശ്യം പൂർത്തിയായിരിക്കുന്നു. പിന്നെ കുറച്ചേറെ എയർപോർട്ടിൽ തന്നെ ചുറ്റിക്കറങ്ങി അവിടെ കാമുകൻ കാമിയുടെ വിട പറയുന്ന കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ പ്രണയിച്ചിരുന്നതിൽ എങ്ങനെ ആയിരുന്നിരിക്കും എന്നാലോചിക്കുകയാണ് ദേവി. പൈങ്കിളി ആയിരുന്നിരിക്കും അല്ലേ? അല്ലെങ്കിൽ പ്രണയിച്ച് അവസാനം ബ്രേക്കപ്പായി അടിച്ചു പിരിഞ്ഞാനെ. റാം ഇത് കേട്ട് നമ്മൾ അടിച്ചൊന്നും പിരിയില്ല, ഞാനെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിന്നോട് നിന്നേനെ, കാരണം ഞാൻ അത്രയ്ക്ക് നല്ലവനും വിചാരവുമുള്ള മഹാനാണ്. ഓ തന്നെ പോരാത്തതിന് തന്തവയ്പും. ദേവിയുടെ ഈ പുച്ഛം കേട്ട് അങ്ങനാണെങ്കിൽ അതിൻ്റെ കാരണക്കാരി നീയാണെന്നങ്ങനെ ദേവി വെറുതെ എന്തിനാ പറഞ്ഞ സമയം കളയുന്നേ, നമുക്കൊന്ന് നോക്കിയേക്കാമെന്ന് പറഞ്ഞ് പേപ്പറിൽ പുതിയൊരു വിഷയം എഴുതുന്നു. റാമുമൊത്ത് ഒരു സാധാരണ ബോറിംഗ് ഡേറ്റ്. ശരി, എങ്ങനെ തുടങ്ങണമെന്ന് ചോദിച്ച് റാം ദേവിയുടെ കൈ പിടിച്ച് നടന്ന് ഒരു ലൈബ്രറിയിലേക്ക് എത്തി ഓരോ ബുക്കുകൾ വായിക്കുന്നു. അതോ ചില അഡൽട്ട് കോമിക് ബുക്സും. ഓ, നമ്മളറിയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ലോകത്തുള്ളേ എന്ന് വായിച്ചിട്ട് വേറെ കുറച്ച് ബുക്കും മേടിച്ച് സ്ട്രീറ്റിലൂടെ കറങ്ങിയും ഐസ്ക്രീം കഴിച്ചും വയസ്സാം കാലത്ത് സമ്പന്നയായിരിക്കും എന്നുള്ള ഹസ്തരേഖയും നോക്കി അവരൊരു ബീച്ചിൽ വന്നിരിക്കുന്നു. ഇതിനിടയ്ക്ക് വീണ്ടും നീനയുടെ കോൾ വരുന്നത് കണ്ട് റാം വീണ്ടും ആ സീനിയറാണോ, എന്തേലും അത്യാവശ്യം കാണും, എന്താ തിരക്കെന്ന് പറയുന്നത് കേട്ട് അവർ വെറുതെ അവിടെ ഒരു ഷോ നടത്താൻ വേണ്ടി വിളിക്കുന്നതാണ്, പറ്റില്ലെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുന്നു. നീന വെപ്രാളത്തിൽ ദേവിയോട് നീ എവിടാ, ആരുടെ കൂടാ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ദേവി. നീന പറയുന്നതോ ഇന്നിവിടെ ഉത്സവത്തിന്റെ അവസാന ദിനമാണ്, അതുകൊണ്ട് വെടിക്കെട്ടും കമ്പവും ഒക്കെ ഉണ്ട്, അതിന് വന്നേ പറ്റൂ എന്ന് വാശി പിടിച്ച് ആവുന്നത്ര പറഞ്ഞ് നോക്കുന്നതിലും ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു. അവൾക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്ന് ദേവി നിൽക്കുമ്പോൾ നീന അവിടെ എന്ന് പറയുന്നതാകട്ടെ ആ പന്ന വഴികാട്ടി എന്നും. അപ്പോൾ റാമിനെ നീനയ്ക്ക് കാണാൻ പറ്റിയിരുന്നു. അന്ന് ദേവിയുമൊത്തുള്ള കണ്ടുമുട്ടലെ ശ്രദ്ധിച്ചതായിരുന്നു അവളുടെ കൂടെ എപ്പോഴും നടക്കുന്ന റാമിനെ. അത് മനുഷ്യനല്ലെന്നും അറിയായിരുന്നു നീന. എന്നാൽ കാണാത്ത പോലെ നിന്നെങ്കിലും റാമിന് മനസ്സിലായി അവളെ വരുതിയിലെത്തിച്ച് കാര്യം തിരക്കി എങ്ങനെ കാണാൻ പറ്റുന്നൊക്കെ ചോദിച്ച്. എനിക്ക് കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നെന്നും നിന്നെപ്പോലുള്ള വഴികാട്ടികളാണ് ഇപ്പോൾ എൻ്റെ പ്രധാന പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് എന്തിനാ എപ്പോഴും ദേവിയുടെ കൂടെ നടക്കുന്നതെന്ന് തിരക്കുമ്പോഴോ വഴികാട്ടി കൂടെ നടക്കുന്ന എന്തിനായിരിക്കും എന്ന് റാമിൻ്റെ പ്രതികരണവും. ദേവി ഉടൻ മരിക്കുമെന്ന് മനസ്സിലാക്കി നിൽക്കെ റാം അവിടെ ഉത്സവത്തിന്റെ പോസ്റ്റർ കണ്ട് എനിക്ക് ഷൂട്ടിംഗ് സ്റ്റാർസ് കാണുന്നതിനേക്കാൾ കമ്പം ഫയർ വർക്ക്സ് കാണുന്നതിനോടായിരുന്നെന്നും അതാരെങ്കിലുമായിട്ടൊന്ന് ഒരുമിച്ച് നിന്ന് കാണാൻ നല്ല രസമാണ്, ദേവിയുമായി ഒരുമിച്ച് നിന്ന കാഴ്ച കാണണമെന്നും അവൾക്കൊപ്പം നീന ഉണ്ടാകണമെന്നും ഉള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ നീന ദേവിയുടെ പിറകെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. നീനയ്ക്ക് മുമ്പ് സ്വപ്നത്തിൽ കണ്ട റെയിൽവേ ക്രോസിന്റെയും കുരിശിന്റെയും മറ്റും ചിന്തകളാണിപ്പോൾ. അതെന്താണെന്ന് പിടികിട്ടുന്നില്ല. യൂറോപ്പിലേക്ക് പോവുക, ചങ്കത്തെ വിളിക്കുക, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇനി നടക്കാൻ പോണില്ല. പാസ്പോർട്ടുമില്ല, ഫോൺ നമ്പരുമില്ല. അങ്ങനെ ഇരുവരും ബീച്ചിലിരുന്ന് ആ അവസാന സംഭവത്തെക്കുറിച്ച് സംസാരിക്കുവാണ്. അന്ന് ഷൂട്ടിംഗ് സ്റ്റാർസിനെ കാണാൻ പറ്റിയിരുന്നോ എന്ന് ചോദിച്ചാൽ റാമിന് പറ്റിയിരുന്നു. ഒരുമിച്ചിരുന്ന് കാണണമെന്നായിരുന്നു ദേവി ആഗ്രഹിച്ചത്. ആ അവസാന നിമിഷങ്ങളുടെ സ്വപ്നം എപ്പോഴും വരുമായിരുന്നു.
അന്ന് ഒബ്സർവേറ്ററിലേക്ക് പറഞ്ഞു വിട്ടതിന് പിറകെ എന്തോ പ്രശ്നമുള്ളതായി തോന്നി ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നതും പിറകെ ഓടി വന്ന് വിളിക്കുന്നതുമായ സ്വപ്നം. എന്നാൽ തിരിയുമ്പോൾ അത് മറ്റേതിലുമായിരിക്കും. ഇപ്പോൾ നിന്നെ വീണ്ടും കണ്ട ശേഷം കുറച്ച് ദിവസങ്ങളായി ആ സ്വപ്നമില്ലെന്ന് പറയുന്ന ദേവി ചോദിക്കുന്നത് ഇനി എങ്ങനെ ആയിരിക്കും? മരിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് മാഞ്ഞു പോകുന്നത് എങ്ങനെയായിരിക്കും? നീ എന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നതൊക്കെ നമ്മൾക്കിനിയും വീണ്ടും കാണാൻ കഴിയുമോ? വിഷമത്തോടുള്ള ദേവിയുടെ ഈ ചോദ്യത്തിന് എന്ത് പറയണമെന്നറിയായിരുന്നു ചുറ്റും നോക്കുന്ന റാം പറയുന്നത്, ദേവി നിന്റെ ബാഗ് ഇവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. നോക്കുമ്പോഴോ 2 കള്ളന്മാർ പിള്ളേർ ദേവിയുടെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. പിറകെ തകർത്തോടി എന്തായാലും അവന്മാരെ പേടിച്ച് ആ ബാഗ് ഇട്ടേച്ചും പോകുന്നത് കണ്ട് അവൾക്ക് അവളുടെ അച്ഛൻ തന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ, പിന്നെന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കുന്നതിലും അതെന്തായാലും കൂടെ വേണം, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു. ദേവിയിൽ വീണ്ടും ആ ചോദ്യം വരികയാണ്, എങ്ങനെയാകും മരിക്കുക? ഞാൻ ഇനി തീരുമാനിക്കണമായിരിക്കുമോ? മറുപടിയില്ലാത്ത റാമിൻ്റെ മുഖഭാവം കണ്ട് ദേവിക്ക് പതിയെ മനസ്സിലാവുകയാണ് അവളുടെ മരണം അവളാൽ തന്നെ ഉള്ളതാണെന്ന്. പക്ഷേ എങ്ങനെ അതിനെ തോന്നുമെന്നറിയില്ല. റാം ഉടനെ എഴുന്നേറ്റ് അവളോട് പറയുവാണ്, നിനക്കപ്പോൾ മരിക്കാൻ തോന്നുന്നില്ല, അത്രയേ ഉള്ളൂ, അപ്പോൾ ജീവിക്കൂ. മുമ്പ് റാമിനോട് അവൻ്റെ വഴികാട്ടി പറഞ്ഞ പോലെ ഇനിയും മരിക്കാൻ തോന്നുന്ന ആൾക്കാരിൽ ജീവിതത്തിലേക്ക് തിരികെ പോകാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിൽ വെച്ചങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുമ്പോൾ ദേവിയുടെ ചോദ്യം, അപ്പോൾ ഇതിനു വേണ്ടിയായിരുന്നോ ഒരാഴ്ച എന്നോടത്ത് കൂടിയത്? മനസ്സ് മാറ്റാൻ വേണ്ടിയുള്ള ഒരു എക്സ്ക്യൂസ് ആയിരുന്നു ഇതെല്ലാം? എക്സ്ക്യൂസ് അല്ല, അതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് നിൽക്കുന്ന റാമിനോടായി അവൾ ചോദിക്കുന്നത്, ഞാൻ ജീവിച്ചാൽ എനിക്ക് നിന്നെ വീണ്ടും കാണാൻ പറ്റുമോന്നാണ്. നമ്മൾ തമ്മിൽ ഇങ്ങനെ തന്നെ തുടരുമോ എന്നൊക്കെ ചോദിക്കുന്നതും വിഷയം മാറ്റാൻ ശ്രമിക്കുന്ന റാമിനോട് സ്ട്രിക്റ്റായി ചോദിക്കുവാണ്, നമ്മളിനി വീണ്ടും കാണുമോ? ഇല്ല, നമ്മൾ കാണില്ല. ദേവി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഞാൻ ഇനിയും തയ്യാറല്ലെന്നും നമ്മളൊത്ത് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നൊക്കെ വിലപിക്കുന്നത് കണ്ട് റാം പറയുന്നത്, ഈ ഒരാഴ്ച ജീവിച്ച പോലെ നീ ജീവിക്കണം, അതെനിക്ക് വേണ്ടിയാണ്. നോക്ക് ദേവി, നമ്മൾ ഇരുവരും ഒത്തുള്ള നിമിഷങ്ങൾ ഒരിക്കലും മാഞ്ഞു പോയില്ല. ഓർമ്മയില്ലേ, റാമും ദേവിയും നീ തന്നെയാണ്. അങ്ങനെ ആ സൂര്യൻ അസ്തമിക്കുവാണ്. ഒപ്പം റാമിനെ അലറി വിളിക്കുവാണ് ദേവി, എവിടെയാണെന്ന് നോക്കിക്കൊണ്ട്. ഞാൻ നല്ലോണം ജീവിക്കുമെന്നും കിടന്ന് അലറുവാണ് തിരിച്ചു വരാനായി. എന്നാൽ അവൾക്ക് റാമില്ലാതെ ജീവിക്കാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെ തിരികെ തലയിൽ മൊത്തം ഭാരവുമായി ഫ്ലാറ്റിലേക്കെത്തി ഒന്ന് മയങ്ങുന്ന അവൾ പെട്ടെന്ന് എണീക്കുന്നത് ആ സ്വപ്നം കണ്ടിട്ട്. പറഞ്ഞുവിട്ട റാമിനെ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി ഓടിപ്പോയി തിരികെ വിളിക്കുന്ന ആ സ്വപ്നം. തിരിഞ്ഞു നോക്കുന്നതിന് തൊട്ടു മുമ്പ് എഴുന്നേൽക്കുന്ന അവൾ ആലോചിക്കുന്നത് കഴിഞ്ഞുപോയ ഈ ദിവസത്തെക്കുറിച്ചാണ്. കുറച്ച് നാളുകൾ റാം ഒപ്പം ഉണ്ടായിരുന്നപ്പോഴുള്ള സന്തോഷം ഇനി എന്തായാലും വരാൻ പോകണമെന്ന തിരിച്ചറിവിൽ അവൾ ഒരു തീരുമാനം എടുക്കുകയാണ്, ജീവൻ വെടിയുക. നീന ഈ സമയമെല്ലാം ടെൻഷനിലാണ്, എങ്ങനെയും ദേവിയെ കണ്ടുപിടിക്കണമെന്ന ചിന്തയിൽ. കാരണം ദേവിക്കൊപ്പം നിന്ന് ഫയർ വർക്ക്സ് കാണുക എന്നത് റാമിനോട് ഏറ്റ കാര്യമാണ്. കൂട്ടുകാർ വന്ന് കമ്പം കാണാൻ വിളിക്കുന്നതിലും ഞാനിപ്പോൾ വരുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. നീ എന്തായാലും വരുമെന്ന് ഞങ്ങൾക്ക് അറിയാം. 10 മണിയാകുമ്പോഴേ റെയിൽ റോഡ് ബാറിൻ്റെ അടുക്കലേക്ക് പോരെ. ഞങ്ങൾ അവിടെ കാണുമെന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ റീന ചോദിക്കുവാണ്, എവിടെ? റെയിൽ റോഡ് ബാർ. അപ്പോൾ അവൾക്ക് വന്ന വിഷൻ ആ ഒരു സ്ഥലമായിരുന്നു. റെയിൽവേ ലെവൽ ക്രോസും കുരിശുമൊക്കെയായി. അപ്പോൾ അതിനടുത്ത് തന്നെ ദേവി ഉണ്ടാകുമെന്നുള്ള ഊഹത്തിൽ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് തിരിക്കുവാണ്. ദേവി ഇന്നേരം റൂമിലെ ഓരോന്നും എടുത്തു മാറ്റി അവസാനമായി ഒരു കുറിപ്പും എഴുതി വാടിയൊരു ചെടിയുമായി ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക്. ഇന്നേരം ആ കുരിശ് കൊണ്ട് നീന ആ ദിശയിലേക്ക് ഓടിയെത്തുമ്പോൾ കാണുവാണ് മുകളിൽ നിന്ന് ചാടാനായി നിൽക്കുന്ന ദേവിയെ. അവൾ സർവ്വശക്തിയും എടുത്ത് ആഞ്ഞോടി ഫ്ലാറ്റിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കെ കത്തിലെ ആ വാക്കുകൾ, നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒന്ന് മാപ്പ് ചോദിക്കാൻ പോലും. നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും? നീ ഒപ്പമുണ്ടായിരുന്ന ഈ ഒരാഴ്ച മനസ്സിലുള്ളപ്പോൾ ഇനി അതുപോലെ എനിക്ക് ജീവിക്കാനാവില്ല. എല്ലാറ്റിനും നന്ദി. ദേവി താഴേക്ക് ചാടാനായി തുനിയുന്നത് നീനെ വിളിച്ച് നിർത്തുവാണ്. നിൽക്ക്, ചാടരുത്, ഇത് ചെയ്യരുത്, ഇറങ്ങി വാ. തന്നെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ദേവി താഴേക്ക് ഇറങ്ങാനായി എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ല. ദേവി, നിനക്ക് മരിക്കണമെങ്കിൽ ഉള്ളിൽ അതിയായ വേദന ഉണ്ടായിരിക്കണം. എന്നാൽ നിന്റെ വഴികാട്ടിക്ക് അത് ഉണ്ടായിരുന്നു. ദേവി ഞെട്ടുകയാണ്. അവൾക്കെങ്ങനെ റാമിൻ്റെ കാര്യം മനസ്സിലായെന്ന്. റാമിനെ കണ്ടോ? അവനെവിടെ എന്ന് ചോദിക്കുമ്പോൾ നീന തന്നോടവൻ പറഞ്ഞ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. റാമിൻ്റെ ആഗ്രഹമായിരുന്നു അവന് നിന്നോടൊപ്പം നിന്ന് ആ കമ്പക്കെട്ട് കാണുക എന്നത്. ഇപ്പോൾ നീ മരിച്ചാൽ അവൻ്റെ ആഗ്രഹം നടക്കാതെ പോകും. ദേവി ഇതൊന്നും കേട്ട് വിശ്വാസം വരാതെ വീണ്ടും ചാടാനായി തിരികെയാണ്. അവളുടെ മനസ്സിൽ വരുന്ന ആ സ്വപ്നം. അവൾ ഓടിച്ചെന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് റാം തന്നെയാണ്. മരിക്കാൻ നിൽക്കുന്ന ദേവിയുടെ കൈകളിലേക്ക് റാം പിടിക്കുന്നു. അതെ, അവൻ വീണ്ടും അവൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി നിനക്ക് 30 സെക്കൻഡുകൾ മാത്രം ബാക്കി എന്ന് പറഞ്ഞ് കൈ പിടിച്ച് നിൽക്കെ ആ ഫയർ വർക്ക്സ് ആകാശത്ത് വർണ്ണശബളമായി അരങ്ങേറുന്നു. അവർ പരസ്പരം നോക്കിയിട്ട് ദേവിയെ താഴേക്കിറക്കി ഒരുമിച്ച് നിന്ന് കാണുകയാണ്. ഒരു നിമിത്തമായി എത്തിയ നീനയും അവിടെ നിന്ന് സന്തോഷത്തോടെ വിട പറയുമ്പോൾ റാമിനെ വീണ്ടും കണ്ട ആശ്വാസം ദേവിയിലും. ഞാൻ പറഞ്ഞില്ലേ, നീ എനിക്ക് എപ്പോഴും തലവേദന ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്ന് റാം രസകരമായി പറയുന്നത് കേട്ട് അവൾ രണ്ടാമത് വീണ്ടും നിന്നെ നഷ്ടപ്പെടുത്തി എന്ന് വിഷമം പറഞ്ഞറിയിക്കുമ്പോൾ റാം ആവർത്തിക്കുന്നു, ഒരിക്കലും നീ എന്നെ നഷ്ടപ്പെടുത്തിയിട്ടില്ല, നമ്മൾ കാണില്ല എന്ന് മാത്രം. അറിയില്ലേ, ദേവി തന്നെയാണ് റാമം. നീ ജീവിച്ചാൽ അതിലൂടെ ഞാനും ജീവിക്കും. എൻ്റെ ഓർമ്മകൾ അവസാനം വരെ ജീവിക്കുക, അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം എന്ന് റാം പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ നല്ല വേദനയുണ്ട്. കാരണം ഇതവൻ്റെ അവസാന നിമിഷങ്ങളാണ്.
മുമ്പ് പറഞ്ഞ പോലെ നിയമം തിരിച്ച് പ്രവർത്തിച്ച് ദേവിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇനി അവനെ ആർക്കും തന്നെ കാണാൻ സാധിക്കാതെ ഡിസപ്പിയർ ആകും. നിന്നെ ഇവിടെ തന്നെ നിർത്തി പോയിക്കോട്ടെ എന്ന റാമിന്റെ ചോദ്യത്തിൽ സ്വയം മരിക്കില്ലെന്ന് വിശ്വസിക്കാമെന്ന് പറയുന്ന ദേവിയെ കെട്ടിപ്പിണർന്ന് നിന്ന ശേഷം റാം 3 തവണ ദേവിയെ നോക്കി അവന്റെ പേര് വിളിക്കുന്നതും അവൻ അവിടെ നിന്നും മാഞ്ഞിരിക്കുന്നു. വിങ്ങിപ്പൊട്ടുന്ന ദേവി മനസ്സിലാക്കുന്നു, റാമിനു വേണ്ടി ജീവിക്കുക. നിന്നുപോയ ജീവിതം വീണ്ടും ഓടിത്തുടങ്ങുന്ന ദേവിയുടെ യാത്രയിൽ അവളുടെ അച്ഛനും പഴയ സുഹൃത്തുക്കളും നീനയും ഉൾപ്പെടുന്ന റാമിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും സന്തോഷം തിരികെ വരുമ്പോൾ നീനയുടെ കാര്യം എടുത്തു നോക്കിയാൽ അവൾക്ക് എങ്ങനെ ഇതെല്ലാം അറിയാമായിരുന്നു? എങ്ങനെ റാമിനെ കാണാൻ കഴിഞ്ഞു? കാരണം നിന്നെപ്പോലുള്ളവരാണ് ഇപ്പോൾ എൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ നീന ഉദ്ദേശിച്ചത് അവളുടെ അച്ഛനെ തന്നെയായിരുന്നു. റാമിൻ്റെ കൂട്ടത്തിൽ നിന്നും കടമ ഉപേക്ഷിച്ച് വയ്യാത്ത മകളെ കാണാൻ പോയ ആ അച്ഛൻ. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സംഭവങ്ങളിൽ പോലും റാമിൻ്റെ സാന്നിധ്യം കണ്ടെത്തി ആശ്വസിക്കുന്ന ദേവി അവൻ മുമ്പ് തന്ന ആ കത്ത് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള മാറ്ററിലെ അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കി കോളേജിലെ ഗ്രാഫിക് ഡിസൈൻ ഗ്രാജുവേഷൻ ഷോയ്ക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. അതിൽ പറയുന്നത് ഒന്നും തിരിച്ചു വരില്ല, ഒന്നും ആവർത്തിക്കുകയുമില്ല, കാരണം എല്ലാം യാഥാർത്ഥ്യമാണ്. ദേവി സ്വയം വെറുക്കാതെ സ്നേഹിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോവുക എന്ന തിരിച്ചറിവിൽ എത്തിയിരിക്കുകയാണ്. കാരണം നമ്മുടെ കാര്യത്തിൽ എന്നെ സ്നേഹിക്കുക എന്നത് നമ്മൾ രണ്ടുപേരെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ ജീവിക്കും എന്ന ദേവിയുടെ ശക്തമായ മനസ്സിലൂടെ വിഷാദവും സങ്കടവും അലിയിപ്പിച്ച ഈ മധുര മനോഹര പ്രണയകഥയ്ക്ക് ഒരു അന്ത്യമാവുകയാണ്. ഈ ഒരു ഫിനാലെ എപ്പിസോഡായാലും സീരീസ് ആയാലും നമ്മുടെ ചുറ്റുപാടിലെ തന്നെ പ്രധാന പ്രശ്നങ്ങളായ ആത്മഹത്യ പ്രവണതയെയും അനാവശ്യ കുറ്റബോധം പേരുള്ള യാതനയും വിഷാദവും സങ്കടവും എല്ലാവർക്കും ഒരുപോലെ താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല എന്നതിനൊക്കെ തൊട്ടു കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. നഷ്ടങ്ങളെയും അതുവഴി ഉണ്ടാകുന്ന വേദനകളെയും തരണം ചെയ്ത് നഷ്ടപ്പെട്ടവരവിടെ ഇരുന്ന് നമ്മെ നോക്കി ആഗ്രഹിക്കുന്ന സന്തുഷ്ടകരമായ ഒരു ജീവിതം ജീവിക്കുക എന്ന് മനോഹരമായി ഒരു സന്ദേശം പ്രതിപാദിച്ച് കാണിക്കുന്ന ഡ്രാമയാണ് വേ ബാക്ക് ലവ്. എല്ലാവർക്കും നല്ലൊരു അനുഭവം വേ ബാക്ക് ലവിലൂടെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം. എൻജോയ് യുവർ ലൈഫ്.